ഇനിയൊരു ഈവനിങ് വ്ളോഗ് ആകാല്ലേ. ഈ ഒരു വീഡിയോ എടുത്ത ദിവസം ഞാൻ ഓഫീസിൽ നിന്ന് കുറച്ച് നേരത്തെ ഇറങ്ങി. പിറ്റേ ദിവസത്തേക്ക് എനിക്കൊരു കസ്റ്റമൈസ്ഡ് ബർത്ത്ഡേ ഹാമ്പർ സെറ്റ് ചെയ്തെടുക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനായിട്ടൊക്കെ വേണ്ടിയിട്ടായിരുന്നു ഞാൻ നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. ഈ കാണുന്ന മാർജിൻ ഫ്രീയിൽ ഒരു ബർത്ത്ഡേ ഹാമ്പറിലേക്ക് വയ്ക്കാൻ വേണ്ടിയിട്ടുള്ള അത്യാവശ്യം മിക്ക വെറൈറ്റീസ് ഓഫ് ചോക്ലേറ്റ്സും അവൈലബിൾ ആണ്. അങ്ങനെ ഇവിടെ നിന്ന് 2 ഗാലക്സി ചോക്ലേറ്റ്സും പർച്ചേസ് ചെയ്തിട്ട് ഞാൻ നേരെ പോയിട്ടുണ്ടായിരുന്നത് ഫോട്ടോ സ്റ്റുഡിയോയിലേക്കായിരുന്നു. ഹാമ്പറിലേക്ക് ഒരു ഫ്രെയിം വർക്ക് ആഡ് ഓൺ ചെയ്യാനായിട്ടുണ്ടായിരുന്നു. ഡിസൈൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ഫോട്ടോ പ്രിന്റ് എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു ഞാൻ പോയിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സ്റ്റുഡിയോയിലേക്കാണ് ഞാൻ ഫ്രെയിം വർക്കിലേക്ക് വേണ്ടിയിട്ട് ചെയ്യുന്ന എല്ലാ ഫോട്ടോ ഡിസൈൻസും കറക്റ്റ് സൈസിൽ പ്രിന്റ് എടുത്ത് തരുന്നത്. ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് മൺഡേ ആണ്. അന്ന് എൻ്റെ അമ്മയുടെയും അച്ഛൻ്റെയും വെഡിങ് ആനിവേഴ്സറി ആയിരുന്നു. ചേട്ടനും ചേച്ചിക്കും എത്താൻ പറ്റാത്തത് കൊണ്ട് കേക്ക് മുറിക്കൽ പരിപാടി ഞങ്ങൾ തൽക്കാലത്തേക്ക് ക്യാൻസൽ ചെയ്തു. കേക്ക് മുറിച്ചില്ലെങ്കിൽ വേണ്ട, അന്നത്തെ ദിവസം എന്തെങ്കിലും ഒരു മധുരമൊക്കെ വേണ്ടേ. അതുകൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഞാൻ 2 വാനില സ്വിസ് റോളും എനിക്കൊരു ചോക്ലേറ്റ് പേസ്ട്രിയും വാങ്ങി. ചെറിയ മധുരമാണെങ്കിലും അമ്മ അത് എക്സ്പെക്ട് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഇത് കൊടുത്തപ്പോൾ അമ്മയ്ക്കും സന്തോഷമായി. അച്ഛൻ വർക്ക് കഴിഞ്ഞ് എത്തുമ്പോൾ ലേറ്റ് നൈറ്റ് ആവും. അതുകൊണ്ടാണ് അച്ഛനെ വീഡിയോയിൽ കാണാത്തെ. മധുരം അങ്ങോട്ട് കൊടുത്തോണ്ടാന്ന് തോന്നുന്നു അമ്മ എനിക്കൊരു മിൽക്കി മിസ്റ്റിന്റെ കോൾഡ് കോഫി എടുത്ത് കൈ തന്നിട്ട് ഇത് കുടിച്ചോളാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഒട്ടും സമയം കളഞ്ഞില്ല, നേരെ ഹാമ്പർ വർക്കിലേക്ക് തിരിഞ്ഞു. യൂടുക്കലും ഹാമ്പർ സെറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സമയം ഏകദേശം ഒരു 10 മണിയാവാനായിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വന്നിട്ട് പോയി ഫ്രഷ് ആയി. എന്നിട്ട് പിന്നെ ഡിന്നർ കഴിച്ചു. അത്രയും സമയമായതുകൊണ്ട് തന്നെ നന്നായിട്ട് വിശന്നതുകൊണ്ടും അന്നത്തെ കറികളൊക്കെ എനിക്ക് വളരെ വളരെ ഇഷ്ടപ്പെട്ടതുമായതുകൊണ്ട് തന്നെ ഞാൻ നന്നായിട്ട് ആസ്വദിച്ച് ഡിന്നർ കഴിച്ചു. ആഫ്റ്റർ ഡിന്നർ ഞാൻ എൻ്റെ സുന്ദരിയായ ചോക്ലേറ്റ് പേസ്ട്രീനെ എടുത്ത് കഴിക്കാൻ നോക്കിയപ്പോൾ അവളുടെ കോലം ഇങ്ങനെയായിരുന്നു ഗൈസ്. അങ്ങനെ പാക്കേജ് തട്ടി മുഖത്തിന്റെ ഷേപ്പ് മാറി എൻ്റെ ചോക്ലേറ്റ് കേക്കിൽ നിന്ന് 2 ബൈറ്റ് എടുത്തിട്ട് ഞാൻ അന്നത്തെ എൻ്റെ ഫുഡിംഗ് പരിപാടിക്ക് ഫുൾ സ്റ്റോപ്പ് ഇട്ടു. പിന്നെന്താ നേരെ കുറച്ച് വെള്ളം കുടിച്ച് പോയി കിടന്നുറങ്ങി. അപ്പോൾ ഈ കുട്ടി വ്ളോഗ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഷെയറും ഒന്നും മറക്കണ്ട. ചാനൽ ഫസ്റ്റ് ടൈം കാണുവാണെങ്കിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഒട്ടും മറക്കണ്ട.